അപ്പോൾ എനിക്ക് നമ്മൾ ടോപ്പിക് തലാമസാണ്. തലാമസിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനധികം നമുക്ക് വായിക്കാൻ പഠിക്കാമെന്നല്ലാതെ ഇതിലെ പല സ്ട്രക്ചേഴ്സും അതെവിടെയാണ് ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് തന്നെ ഒരു അറിവില്ലാത്തതാണ്. എനിക്കറിയില്ല, നമ്മൾ പഠിക്കാത്ത കുറേ കാര്യങ്ങളാണ്. അത് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയില്ല. എന്നാലും ഇന്നതിൻ്റെ അഫ്രണ്ട് ഇവിടെയാണ്, ഇന്നതിൻ്റെ എഫ്രണ്ട് ഇവിടെയാണ് എന്നുള്ളത് നമ്മുടെ ലെവലിൽ പഠിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ജസ്റ്റ് എനിക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നതില്ല, ജസ്റ്റ് എന്താണോ മിസ് പഠിപ്പിച്ച് അതിന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് തലാമസിലേക്ക് പോകാം. അതിന് തന്നെ തലാമസ് ഇൻറ്റേർണലി വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററുമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ വൈറ്റ് മാറ്റർ സ്പെയർസ് വൈറ്റ് മാറ്ററാണ്. ഗ്രേ മാറ്ററിലാണ് തലാമിക് ന്യൂക്ലിയൈ കാണുക. തലാമിക് ന്യൂക്ലിയൈ ഇസ് ഡിവൈഡഡ് ബൈ വൈ ഷേപ്പ് ഇൻറ്റേർണൽ മെഡുലറി ലാമിന ഇൻറ്റു 3 ഗ്രൂപ്പ്സ്. ഇതാണ് നമ്മുടെ തലാമസ് എങ്കിൽ ഇതിനൊരു വൈ ഷേപ്ഡ് മെഡുലറി ലാമിന ആൻറ്റീരിയർ, മീഡിയൽ ആൻഡ് ലാറ്ററൽ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രേ മാറ്ററിലാണ് തലാമിക് ന്യൂക്ലിയൈ ഉള്ളത്. ആ തലാമിക് ന്യൂക്ലിയൈനെ വൈ ഷേപ്പ് ഇൻറ്റേർണൽ മെഡുലറി ലാമിന, ഈ ഇൻറ്റേർണൽ മെഡുലറി ലാമിന ഈ ന്യൂക്ലിയസിനെ 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ആൻറ്റീരിയർ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയസ്, മീഡിയൽ ഗ്രൂപ്പും ലാറ്ററൽ ഗ്രൂപ്പും. ഈ വൈ ഷേപ്പ് മെഡുലറി ലാമിന ആരാണ് ഉണ്ടാക്കുന്നത്? അത് വൈറ്റ് മാറ്ററാണ്. ഓക്കെ, ഗ്രേ മാറ്ററിൽ തലാമിക് ന്യൂക്ലിയൈ ഉണ്ട്. ഈ തലാമിക് ന്യൂക്ലിയൈ ഡിവൈഡ് ചെയ്യുന്ന ഇൻറ്റേർണൽ മെഡുലറി ലാമിന ആരാണ്? വൈറ്റ് മാറ്ററാണ്. ഇതിൽ സ്പെയർസ് ആയിട്ടുള്ളത് ആരാണ്? വൈറ്റ് മാറ്ററാണ്. ഈ 3 ഗ്രൂപ്പ്സ് ഓഫ് ന്യൂക്ലിയസ് ഏതൊക്കെയാണ്? ആൻറ്റീരിയർ, മീഡിയൽ ആൻഡ് ലാറ്ററൽ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയൈ. അതിൽ ആൻറ്റീരിയർ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയയിൽ അത് ഗ്രൂപ്പിന് പറയാനില്ല, അതിൽ ഒറ്റ ന്യൂക്ലിയൈ ഉള്ളൂ. ആരാണ്? ആൻറ്റീരിയർ ന്യൂക്ലിയൈ മാത്രം. പിന്നെ മീഡിയൽ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയയിൽ മിഡ്ലൈൻ ന്യൂക്ലിയൈ, ഡോഴ്സോ മീഡിയൽ ന്യൂക്ലിയൈ, സെൻട്രോ മീഡിയൽ ന്യൂക്ലിയൈ ആൻഡ് ഇൻട്രാലാമിനർ ന്യൂക്ലിയൈ. ആരാണ്? മിഡ്ലൈൻ, ഡോഴ്സോ മീഡിയൽ, സെൻട്രോ മീഡിയൽ ആൻഡ് ഇൻട്രാലാമിനർ. ഇത്രയാണ് മീഡിയൽ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയസിലുള്ളത്. പിന്നെ ലാറ്ററൽ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയസിനെ നമുക്ക് 2 സബ്ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. ലാറ്ററൽ തന്നെ ഡോഴ്സലും ലാറ്ററൽ തന്നെ വെൻട്രലും. ലാറ്ററൽ ഡോഴ്സൽ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയസിൽ ഫസ്റ്റിൻ്റെ പേരാണ് ലാറ്ററൽ ഡോഴ്സൽ ന്യൂക്ലിയസ്. അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് ലാറ്ററൽ പോസ്റ്റീരിയർ ന്യൂക്ലിയസ്. മൂന്നാമത്തേതാണ് പൾവിനർ ന്യൂക്ലിയസ്. അപ്പം അനാറ്റമിക്കലി ഇത് അനാറ്റമിക്കൽ ഡിവിഷനാണ്. അനാറ്റമിക്കൽ ഡിവിഷനിൽ ലാറ്ററൽ ഗ്രൂപ്പിൽ തന്നെ ഡോഴ്സൽ ആൻഡ് വെൻട്രലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ലാറ്ററൽ ഡോഴ്സൽ ഗ്രൂപ്പിലെ ഫസ്റ്റ് ന്യൂക്ലിയസിൻ്റെ പേര് കറിയും ലാറ്ററൽ ഡോഴ്സൽ, സെക്കൻഡ് ലാറ്ററൽ പോസ്റ്റീരിയർ, തേർഡ് പൾവിനർ. ഇതൊക്കെ ഓരോ ന്യൂക്ലിയസ് ആണ്. അതായത് നമ്മുടെ തലാമിക് ന്യൂക്ലിയയുടെ ഡിവിഷനാണ് ഈ പറയുന്നത്, തലാമിക് ന്യൂക്ലിയയുടെ ക്ലാസിഫിക്കേഷനാണ് ഈ പറയുന്നത്. ഇപ്പോൾ ലാറ്ററൽ ഡോഴ്സലിൽ 3, ലാറ്ററൽ വെൻട്രലിൽ വെൻട്രോ പോസ്റ്റോ ലാറ്ററൽ, വെൻട്രോ പോസ്റ്റോ മീഡിയൽ, വെൻട്രൽ ആൻറ്റീരിയർ, വെൻട്രൽ ലാറ്ററൽ, ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി ആൻഡ് മീഡിയൽ ജെനിക്കുലേറ്റ് ബോഡി. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അനാറ്റമിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ തലാമിക് ന്യൂക്ലിയൈ കഴിഞ്ഞു. എന്താണ് നമ്മൾ അനാറ്റമിക് ക്ലാസിഫിക്കേഷൻ നോക്കിയത്? മൊത്തം തലാമിക് ന്യൂക്ലിയൈനെ ഒരു വൈ ഷേപ്പ് ഇൻറ്റേർണൽ മെഡുലറി ലാമിന 3 ഗ്രൂപ്പായിട്ട് ആൻറ്റീരിയർ, മീഡിയൽ ആൻഡ് ലാറ്ററൽ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആൻറ്റീരിയർ ഗ്രൂപ്പിൽ ആൻറ്റീരിയർ ന്യൂക്ലിയസ് മാത്രമേ ഉള്ളൂ. മീഡിയൽ ഗ്രൂപ്പിൽ മിഡ്ലൈൻ ന്യൂക്ലിയസ്, ഡോഴ്സോ മീഡിയൽ, സെൻട്രോ മീഡിയൽ ആൻഡ് ഇൻട്രാലാമിനർ ന്യൂക്ലിയസ്. ലാറ്ററൽ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയസിൽ ആരൊക്കെയുണ്ട്? ഡോഴ്സൽ പോർഷനുണ്ട്, വെൻട്രൽ പോർഷനുണ്ട്. ഇതിൽ ലാറ്ററൽ ഡോഴ്സലിനകത്ത് ഫസ്റ്റ് ലാറ്ററൽ ഡോഴ്സൽ തന്നെ, പിന്നെ ലാറ്ററൽ പോസ്റ്റീരിയർ, പിന്നെ പൾവിനർ. അതുപോലെ തന്നെ ലാറ്ററൽ വെൻട്രലിൻ്റെ അകത്തുള്ളത് വെൻട്രോ പോസ്റ്റോ ലാറ്ററൽ, വെൻട്രോ പോസ്റ്റോ മീഡിയൽ, വെൻട്രൽ ആൻറ്റീരിയർ, വെൻട്രൽ ലാറ്ററൽ, ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി ആൻഡ് മീഡിയൽ ജെനിക്കുലേറ്റ് ബോഡി. ഇതാണ് ആൻറ്റമിക് ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ, ഇതാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ. ഇത് വേറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്നാണ് എനിക്ക് കണ്ടത്. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നോൺ സ്പെസിഫിക് പ്രൊജക്ഷൻ ന്യൂക്ലിയയും സ്പെസിഫിക് പ്രൊജക്ഷൻ ന്യൂക്ലിയയും. നോൺ സ്പെസിഫിക് പ്രൊജക്ഷൻ ന്യൂക്ലിയ അതെന്താണ്? അതിൻ്റെ അഫറൻസ് മൊത്തം ഡിഫ്യൂസ് ഇമ്പൾസ് ആണ് അത് റിസീവ് ചെയ്യുക അഫറൻസ് ആയിട്ട്. അതായത് ഒരു സ്പെസിഫിക് റെസ്പോൺസ് അല്ല അത് റിസീവ് ചെയ്യുന്നത്. ഡിഫ്യൂസ് റെസ്പോൺസ് ഫോർ ഹോൾ ഓഫ് റെട്ടിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം. പിന്നെ അതിൻ്റെ എഫൻസ് ഇതുപോലെ തന്നെ നിയോ കോർട്ടക്സിലേക്ക് ഡിഫ്യൂസ്ലി പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. ഹോൾ ഓഫ് നിയോ കോർട്ടക്സ് അത് ഇന്ന സ്പെസിഫിക് ഏരിയയിലേക്ക്, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ബോട്ട്ലൻസ് ഏരിയ ഒക്കെ പഠിച്ചല്ലോ, അതിലെ ഇന്ന ഏരിയയിലേക്ക് അങ്ങനെ ഒരു സ്പെസിഫിസിറ്റി ഇതിനില്ല. ഇത് പ്രൊജക്ട് ഡിഫ്യൂസ്ലി ഇൻ ടു ദ ഹോൾ ഓഫ് നിയോ കോർട്ടക്സ് ആണ്. ഇതിൻ്റെ എഫൻസും സ്പെസിഫിക് അല്ല. ആരുടെ? നോൺ സ്പെസിഫിക് പ്രൊജക്ഷൻ ന്യൂക്ലിയയുടെ. ഈ നോൺ സ്പെസിഫിക് പ്രൊജക്ഷൻ ന്യൂക്ലിയയ്ക്ക് എക്സാമ്പിൾ നോൺ സ്പെസിഫിക് പ്രൊജക്ഷൻ ന്യൂക്ലിയയിൽ ആരൊക്കെയാണുള്ളത്? മിഡ്ലൈൻ ന്യൂക്ലിയസ്, സെൻട്രോമീഡിയൽ ന്യൂക്ലിയസ് ആൻഡ് ഇൻട്രാലാമിനർ ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് ടൈപ്പ് നോൺ സ്പെസിഫിക് പ്രൊജക്ഷൻ ന്യൂക്ലിയർ. അതിൻ്റെ അഫറൻസും സ്പെസിഫിക് അല്ല.
അതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? മിഡ്ലൈൻ ന്യൂക്ലിയസ്, സെൻട്രോമീഡിയൽ ആൻഡ് ഇൻട്രാലാമിനർ ന്യൂക്ലിയസ്. ഈ സെക്കൻഡ് വൺ ഇത് സ്പെസിഫിക് പ്രൊജക്ഷൻ ന്യൂക്ലിയാണ്. അപ്പോൾ അവരുടെ അഫറൻസും സ്പെസിഫിക് ആണ്, എഫറൻസും സ്പെസിഫിക് ആണ്. അഫറൻസ് ഒരു സ്പെസിഫിക് സെൻസേഷനാണ് അഫറൻസ് ആയിട്ട് റിസീവ് ചെയ്യുക. എഫറൻസ് ആയിട്ടോ പ്രൊജക്ട് ഇത് സ്പെസിഫിക് ഏരിയാസ് ഓഫ് നിയോകോർട്ടെക്സ് ആൻഡ് ലിംബിക് സിസ്റ്റം. സ്പെസിഫിക്കലി ഇന്ന സൊമാറ്റോ സെൻസറി ഏരിയ അല്ലെങ്കിൽ ഇന്ന ഏരിയ ഓഫ് കോർട്ടെക്സ് അങ്ങനെ കറക്റ്റായിട്ട് ഈ സ്പെസിഫിക് പ്രൊജക്ഷൻ ന്യൂക്ലിയയ്ക്ക് എഫറൻസ് ഉണ്ട്, അഫറൻസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് ഇഷ്ടംപോലെ സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോൺ സ്പെസിഫിക് പ്രൊജക്ഷൻ ന്യൂക്ലിയ 3 ആണുള്ളത്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നമുക്ക് സ്പെസിഫിക് പ്രൊജക്ഷൻ ന്യൂക്ലിയയിലേക്ക് പോകാം. ഈ സ്പെസിഫിക് പ്രൊജക്ഷൻ ന്യൂക്ലിയ അത് തന്നെ നമുക്ക് 4 സബ് ഡിവിഷൻസ് ഉണ്ട്. സ്പെസിഫിക് പ്രൊജക്ഷൻ ന്യൂക്ലിയ അത് എന്താ വെച്ചാൽ അവരുടെ ഫംഗ്ഷൻ ബേസിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സ്പെസിഫിക് പ്രൊജക്ഷൻ ന്യൂക്ലിയയിലെ ഫസ്റ്റ് ഡിവിഷനാണ് സ്പെസിഫിക് സെൻസറി റിലേ ന്യൂക്ലിയസ്. സെൻസറി റിലേ ന്യൂക്ലിയസ് അപ്പോൾ അവർക്ക് എന്തോ ഒരു സെൻസേഷനോട് ബന്ധമുണ്ട്. എന്തിനോടാണ് ബന്ധം നമുക്ക് നോക്കാം. അത് നമുക്ക് ഏതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നതെന്ന് നോക്കാം. ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി, മീഡിയൽ ജെനിക്കുലേറ്റ് ബോഡി, വെൻട്രോ പോസ്റ്റോ ലാറ്ററൽ ന്യൂക്ലിയസ് ആൻഡ് വെൻട്രോ പോസ്റ്റോ മീഡിയൽ ന്യൂക്ലിയസ്. ഈ 4 ഇവിടെ നമ്മുടെ സ്പെസിഫിക് സെൻസറി റിലേ ന്യൂക്ലിയസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് അത് നോക്കാം. ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി, ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയുടെ ഫംഗ്ഷൻ വിഷൻ. മീഡിയൽ ജെനിക്കുലേറ്റ് ബോഡിയുടെ ഫംഗ്ഷൻ ഓഡിഷൻ. വെൻട്രോ പോസ്റ്റോ ലാറ്ററൽ ന്യൂക്ലിയയുടെ ഫംഗ്ഷൻ സൊമാറ്റോ സെൻസറി ഇമ്പൾസ് റിസീവിങ് ഫ്രം ദ ഹോൾ ഓഫ് ബോഡി എക്സെപ്റ്റ് ഫേസ്. അതാണ് അവരുടെ ഫംഗ്ഷൻ. അതായത് സൊമാറ്റോ സെൻസറി ഇമ്പൾസ് റിസീവ് ചെയ്യുക. വെൻട്രോ പോസ്റ്റോ മീഡിയൽ ന്യൂക്ലിയസിൻ്റെതോ അവരുടേത് ഇത് തന്നെയാണ്, സൊമാറ്റോ സെൻസറി ഇമ്പൾസ് റിസീവ് ചെയ്യുക ഫ്രം ഫേസ്. ഇവിടെ ആരെയാണോ ഒഴിവാക്കിയിരിക്കുന്നത് അതിനെ വെൻട്രോ പോസ്റ്റോ മീഡിയൽ ന്യൂക്ലിയസ്. വെൻട്രോ പോസ്റ്റോ ലാറ്ററൽ ന്യൂക്ലിയസിന് ഫേസിലത്തെ സൊമാറ്റോ സെൻസറി ഇമ്പൾസ് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല. അത് പകരം ചെയ്യാൻ വെൻട്രോ പോസ്റ്റോ മീഡിയൽ ന്യൂക്ലിയസ്. അതുപോലെ തന്നെ ടേസ്റ്റ് സെൻസേഷൻ, അതായത് ടങ്കി എന്നുള്ള സെൻസേഷൻ വെൻട്രോ പോസ്റ്റോ മീഡിയൽ ന്യൂക്ലിയസ് ആണ് റിസീവ് ചെയ്യുക. അപ്പോൾ ഇതിലെ ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയും മീഡിയൽ ജെനിക്കുലേറ്റ് ബോഡിയുടെ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ ഓർത്തിരിക്കുക? നമ്മുടെ കണ്ണും ചെവിയും. അതിൽ ശരിക്കും മീഡിയയിൽ ഇരിക്കുന്നത് കണ്ണാണ്. പക്ഷേ നമ്മൾ ഇതിൽ പറയുമ്പോൾ നേരെ തിരിച്ച് പറയണം. അത് മീഡിയൽ ജെനിക്കുലേറ്റ് ബോഡിയുടെ ഫംഗ്ഷനായിട്ട് ലാറ്ററലി പ്ലേസ്ഡ് ആയിട്ടുള്ള ഇയറിനെ ഓർക്കുക. ഇയറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഓഡിഷൻ. ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയോ ലാറ്ററലി കാണുന്നത് ചെവിയാണ്. പക്ഷെ നമ്മളപ്പോൾ കണ്ണിനെ ഓർക്കണം, നേരെ ഓപ്പോസിറ്റായിട്ട്. അതിൻ്റെ ഫംഗ്ഷൻ വിഷനാണ്. ഓക്കെ. പിന്നെ നമുക്കിതിൻ്റെ അഫറൻസും എഫറൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ന്യൂക്ലിയയുടെയും അഫറൻസും എഫറൻസും പഠിക്കാൻ നല്ലത്. നോൺ സ്പെസിഫിക് ന്യൂക്ലിയസിൽ അഫറൻസും എഫറൻസും ഇല്ല. കാരണം അവർ ഡിഫ്യൂസ്ലിയാണ് ഇമ്പൾസ് കിട്ടുന്നതും അവർ പ്രൊജക്റ്റ് ചെയ്യുന്നതും ഡിഫ്യൂസ്ലിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ നോൺ സ്പെസിഫിക് റിലേ ന്യൂക്ലിയസിൽ അഫറൻസും എഫറൻസും പ്രത്യേകം പഠിക്കാത്തത്. അവരുടെ റെസ്പോൺസ് അവർ കിട്ടുന്നതും ഡിഫ്യൂസ്ലിയാണ്, കൊടുക്കുന്നതും ഡിഫ്യൂസ്ലി ദ ഹോൾ ഓഫ് നിയോകോർട്ടെക്സ് ആണ്. പക്ഷേ സ്പെസിഫിക് പ്രൊജക്ഷൻ ന്യൂക്ലിയയ്ക്ക് അവർക്ക് സ്പെസിഫിക് സെൻസേഷനാണ് അഫറൻസ് ആയിട്ടുള്ളത്. അവർ പ്രൊജക്റ്റ് ചെയ്യുന്നതും സ്പെസിഫിക്കലിയാണ്. അതുകൊണ്ട് അവരുടെ അഫറൻസും എഫറൻസും നമ്മൾ പഠിക്കണം. ഫസ്റ്റ് വൺ ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി നമ്മൾ പറയുമായിരുന്നല്ലോ. ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി നമുക്കറിയാം ഫംഗ്ഷൻ വിഷനാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അഫറൻറ്റ് സംതിങ് റിലേറ്റഡ് ടു വിഷൻ. വിഷനോട് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ അഫറൻസ് എന്താണ്? ഒപ്റ്റിക് ട്രാക്റ്റ് ആണ്. വിഷൻ ആയതുകൊണ്ട് തന്നെ ഒപ്റ്റിക് ട്രാക്റ്റ്. എഫറൻസോ നമ്മുടെ കോർട്ടെക്സിൽ വിഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ വിഷ്വൽ കോർട്ടെക്സ്, അത് ഏരിയ 17, 18, 19 ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ കോർട്ടെക്സിലെ ഏരിയ 17, 18, 19 ആണ് ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡീൻ്റെ എഫറൻറ്റ്. ഇനി സെക്കൻഡ് വൺ മീഡിയൽ ജെനിക്കുലേറ്റ് ബോഡി. അത് കൺസേൺ വിത്ത് ഓഡിഷൻ ആണ്. ഓഡിഷനോട് റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ അഫറൻസ് എന്താണ്? കോക്ലിയർ നെർവ് ആണ്. കോക്ലിയർ നെർവ്. അതിൻ്റെ എഫറൻസോ ഓഡിറ്ററി ഏരിയ ഓഫ് കോർട്ടെക്സ് ആണ്. അത് ഏരിയ 41, 42. ഓക്കെ. ഇനി അടുത്തത് വെൻട്രോ പോസ്റ്റോ ലാറ്ററൽ ന്യൂക്ലിയസ്. അത് പറഞ്ഞതുപോലെ തന്നെ സൊമാറ്റോ സെൻസറി ഇമ്പൾസ് ഫ്രം ഹോൾ ഓഫ് ബോഡി എക്സെപ്റ്റ് ഫേസ്. അതാണ് അതിൻ്റെ അഫറൻസ്. എന്നിട്ട് അത് ഇമ്പൾസ് എവിടെ നിന്നാണ് എടുക്കുക? ഹോൾ ഓഫ് ബോഡി എക്സെപ്റ്റ് ഫേസ്. അവിടെ നിന്നൊക്കെയുള്ള സൊമാറ്റോ സെൻസറി ഇമ്പൾസ് നമ്മുടെ വെൻട്രോ പോസ്റ്റോ ലാറ്ററൽ ന്യൂക്ലിയസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്യുന്ന എങ്ങോട്ടേക്കാണ്? നമ്മൾ നേരത്തെ തൊട്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യമാണ് സൊമാറ്റോ സെൻസറി ഏരിയ 1. സൊമാറ്റോ സെൻസറി ഏരിയ 1 അത് നമ്മുടെ ബ്രോഡ്മാൻസ് ഏരിയയിൽ എങ്ങനെ പറയുക? ഏരിയ 312. അതുപോലെ തന്നെ വെൻട്രോ പോസ്റ്റോ മീഡിയൽ ന്യൂക്ലിയസ് സൊമാറ്റോ സെൻസറി ഇമ്പൾസ് ഫ്രം ഫേസ് ആൻഡ് ടേസ്റ്റ് സെൻസേഷൻ. അതായത് ഈ വെൻട്രോ പോസ്റ്റോ ലാറ്ററലിന് പറ്റാത്തതാണ് വെൻട്രോ പോസ്റ്റോ മീഡിയൽ ചെയ്യുക. ഫ്രം ഫേസ് ആൻഡ് ടേസ്റ്റ് സെൻസേഷൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ എഫറൻസ് എങ്ങോട്ടേക്കാണ്? സെയിം എഫറൻസ് ആട്ടോ. സൊമാറ്റോ സെൻസറി ഏരിയ 1 അതായത് ഏരിയ 312. വെൻട്രോ പോസ്റ്റോ ലാറ്ററലിനും വെൻട്രോ പോസ്റ്റോ മീഡിയൽ ന്യൂക്ലിയസിനും സെയിം എഫറൻസാണ് വരിക. നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? സ്പെസിഫിക് പ്രൊജക്ഷൻ ന്യൂക്ലിയയിലെ ഫസ്റ്റ് കാറ്റഗറിയാണ് സ്പെസിഫിക് സെൻസറി റിലേ ന്യൂക്ലിയസ്. അതിൽ കീഴിൽ 4 വരുന്നുണ്ട്. ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി, മീഡിയൽ ജെനിക്കുലേറ്റ് ബോഡി, വെൻട്രോ പോസ്റ്റോ ലാറ്ററൽ ന്യൂക്ലിയസ് ആൻഡ് വെൻട്രോ പോസ്റ്റോ മീഡിയൽ ന്യൂക്ലിയസ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻസ് പഠിച്ചു നമ്മൾ. അതുപോലെ തന്നെ അഫറൻസ് എന്താ പഠിച്ചു, ഡിഫറൻസ് എന്താ പഠിച്ചു. ഫംഗ്ഷനോട് ബന്ധപ്പെട്ടതായിരിക്കും അഫറൻറ്റ് ഡിഫറൻറ്റ്. ഈ ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയുടെ മീഡിയൽ ജെനിക്കുലേറ്റ് ബോഡിയുടെ ഓർത്തിരിക്കാനായിട്ട്. വെൻട്രോ പോസ്റ്റോ ലാറ്ററലും വെൻട്രോ പോസ്റ്റോ മീഡിയലും അവർ ഒരു
ഒരു റിലേഷൻ ഉള്ളതായിട്ട് നമുക്ക് തന്നെ തോന്നുന്നുണ്ടല്ലോ ഇവിടെ. സോമാറ്റോസെൻസറി ഇമ്പൾസ് ഫ്രം ദ ഹോൾ ഓഫ് ബോഡി എക്സെപ്റ്റ് ഫേസ് ഇൻ്റർപോസ്റ്റൽ മീഡിയൽ ആയപ്പോഴത്തേക്കും ഫ്രം ഫേസ് ആൻഡ് ടേസ്റ്റ് സെൻസേഷൻ. ഡിഫറൻസ് സെയിം ആണ്. സോമാറ്റോസെൻസറി ഏരിയ 1 ഇതിൻ്റെ സോമാറ്റോസെൻസറി ഏരിയ 1 തന്നെ. ഇനി ഫസ്റ്റ് കാറ്റഗറി സെൻസറി റിലേ ന്യൂക്ലിയസ് ആയിരുന്നു. സെക്കൻഡ് കാറ്റഗറി മോട്ടോർ കൺട്രോൾ ന്യൂക്ലിയസ്. മോട്ടോർ കൺട്രോൾ ന്യൂക്ലിയസിൽ ആകെ 2 ന്യൂക്ലിയസേ ഉള്ളൂ, വെൻട്രോ ആൻറ്റീരിയറും വെൻട്രോ ലാറ്ററലും. ഈ വെൻട്രോ ആൻറ്റീരിയറിൻ്റെ അഫറൻറ്റ് പറഞ്ഞാൽ ബേസൽ ഗാംഗ്ലിയാണ്. വെൻട്രോ ആൻറ്റീരിയറിൻ്റെ ഇഫറൻറ്റ് പറയുമ്പോൾ പ്രീ മോട്ടോർ കോർട്ടെക്സ്. പ്രീ മോട്ടോർ കോർട്ടെക്സ് നമ്മുടെ കോർട്ടെക്സിലെ ഏരിയ 6 ആണ്. ഏരിയ 6 ആണ്. വെൻട്രോ ലാറ്ററൽ ന്യൂക്ലിയസിനാണെങ്കിലോ വെൻട്രോ ലാറ്ററൽ ന്യൂക്ലിയസിൻ്റെ അഫറൻസ് സെറിബെല്ലത്തിൽ നിന്നാണ്. ഡിഫറൻസ് ഈ ഫസ്റ്റ് പറഞ്ഞ ഡിഫറൻറ്റും അതിൻ്റെ കൂടെ തന്നെ പ്രൈമറി മോട്ടോർ ഏരിയ കൂടെ വരും. പ്രീ മോട്ടോർ ഏരിയ പ്ലസ് പ്രൈമറി മോട്ടോർ ഏരിയ. പ്രീ മോട്ടോർ ഏരിയ 6 പറഞ്ഞല്ലോ. പ്രൈമറി മോട്ടോർ ഏരിയ 4 ആണ്. അപ്പോൾ മോട്ടോർ കൺട്രോൾ ന്യൂക്ലിയസിൽ 2 ഉണ്ട്, വെൻട്രോ ആൻറ്റീരിയർ ആൻഡ് വെൻട്രോ ലാറ്ററൽ. അമംഗ് വിച്ച് വെൻട്രോ ലാറ്ററലാണ് ചീഫ് മോട്ടോർ ന്യൂക്ലിയസ്. ചീഫ് മോട്ടോർ ന്യൂക്ലിയസ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വെൻട്രോ ലാറ്ററൽ ന്യൂക്ലിയസ് ആണ്. ഇതിലെ വെൻട്രോ ആൻറ്റീരിയറിൻ്റെ എഫറൻറ്റ് ബേസൽ ഗാംഗ്ലിയ എന്നാണ്. വെൻട്രോ ആൻറ്റീരിയറിൻ്റെ എഫറൻറ്റ് പ്രീ മോട്ടോർ കോർട്ടെക്സിലേക്കാണ്. വെൻട്രോ ലാറ്ററലിൻ്റെ എഫറൻറ്റ് സെറിബെല്ലത്തിൽ നിന്നാണ്. വെൻട്രോ ലാറ്ററലിൻ്റെ എഫറൻറ്റ് പ്രീ മോട്ടോർ കോർട്ടെക്സ് അലോങ് വിത്ത് പ്രൈമറി മോട്ടോർ കോർട്ടെക്സ്. ഇത് ഏരിയ 6 ഏരിയ 4. ഈ തേർഡ് കാറ്റഗറിയാണ് വിസറൽ ഇഫറൻ ന്യൂക്ലിയസ്. വിസറൽ ഇഫറൻ ന്യൂക്ലിയസിൽ ആൻറ്റീരിയർ ന്യൂക്ലിയസും ഡോഴ്സോ മീഡിയൽ മീഡിയോ ഡോഴ്സൽ ഈ 2 ഉൾപ്പെടുന്നത്. ആൻറ്റീരിയർ ന്യൂക്ലിയസിൻ്റെ അഫറൻറ്റ് അത് മാമിലറി ബോഡിയിൽ നിന്നാണ്. ഡിഫറൻറ്റ് സിംഗുലേറ്റ് ഗൈറസിലേക്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ തലാമസിൻ്റെ ചാപ്റ്ററിൽ പഠിക്കുന്ന പല സ്ട്രക്ചറും അത് എവിടെയാണെന്നോ എന്താണെന്നോ എനിക്ക് തന്നെ അറിയില്ല. ജസ്റ്റ് നമ്മളിത് പഠിക്കുക എന്നുള്ള പേരിൽ മാത്രം നമ്മൾ പഠിക്കുന്നു. നമ്മൾ ക്ലാസ്സിൽ ഇതധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ടിരുന്നില്ല മിസ്സ് ഇത് ഏതാണെന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ടായിരിക്കാം. അതായത് നമ്മൾ കാണാതെ പഠിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം ആൻറ്റീരിയർ ന്യൂക്ലിയസിൻ്റെ അഫറൻസ് മാമിലറി ബോഡി, ഡിഫറൻറ്റ് സിംഗുലേറ്റ് ഗൈറസ് ഇതൊക്കെ പഠിക്കാം അങ്ങനെ. ഇനി ഡോഴ്സോ മീഡിയലിൻ്റെ ആണെങ്കിലോ ഡോഴ്സോ മീഡിയലിൻ്റെ അഫറൻറ്റും ഡിഫറൻറ്റും സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. അവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ കൺട്രോൾ മെമ്മറി ജഡ്ജ്മെൻറ്റ് ആൻഡ് ഇമോഷണൽ ബിഹേവിയർ. ഡോഴ്സോ മീഡിയൽ ന്യൂക്ലിയസ് they have reciprocal connection with prefrontal cortex and hypothalamus and they control memory judgment and emotional behavior. ഇനി ഡോഴ്സോ മീഡിയൽ ന്യൂക്ലിയസിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ തലാമിക് അഫേസിയ ഉണ്ടാകും. അതായത് അവർക്ക് സ്പീച്ചിൽ ട്രബിൾ ഉണ്ടാകുന്നതിന് പേരാണ് അഫേസിയ ഉണ്ടാകുന്നത് ഏത് ന്യൂക്ലിയസിൽ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് ഡോഴ്സോ മീഡിയൽ ന്യൂക്ലിയസിന്. ഇനി ഫോർത്ത് ടൈപ്പ് ഓഫ് ന്യൂക്ലിയസ് ആണ് ഇൻറ്റിഗ്രേറ്റീവ് ആൻഡ് പെർസെപ്ഷൻ കൺട്രോൾ ന്യൂക്ലിയസ്. അതിൽ 3 ഉള്ളത് പൾവിനർ, ലാറ്ററൽ പോസ്റ്റീരിയർ ആൻഡ് ലാറ്ററൽ ഡോഴ്സൽ. നമ്മൾ ആദ്യം അനാറ്റോമിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിച്ചതിന് അത് ആൻറ്റീരിയർ മീഡിയൽ ആൻഡ് ലാറ്ററൽ ആയിരുന്നല്ലോ. അതിൽ ലാറ്ററൽ ഡോഴ്സൽ എന്നുള്ള ക്ലാസ്സിൽ 3 ഉണ്ടായിരുന്നത്. ലാറ്ററൽ ഡോഴ്സൽ, ലാറ്ററൽ പോസ്റ്റീരിയർ ആൻഡ് പൾവിനർ. അവർ 3 പേരും കണ്ടോ സെയിം കോമൺ കാറ്റഗറിയാണ് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനിൽ വന്നിരിക്കുന്നത്. അവരുടെ എഫറൻറ്റും നമുക്ക് നോക്കാം. ഈ പൾവിനർ ന്യൂക്ലിയസ് ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ ഇൻറ്റിഗ്രേഷൻ ഓഫ് വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് അതർ സെൻസസ്. അതിൻ്റെ അഫറൻറ്റ് എവിടെ നിന്നാണ്? സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ കോൾക്കുലസ്. ഡിഫറൻസ് ടു ദ ഓഡിറ്ററി ആൻഡ് വിഷ്വൽ അസോസിയേഷൻ ഏരിയ. ഓക്കെ. ലാറ്ററൽ പോസ്റ്റീരിയറിൻ്റെ അഫറൻസ് സുപ്പീരിയർ കോൾക്കുലസ് എന്നാണ്. ഡിഫറൻസ് ടു ദ സെറിബ്രൽ കോർട്ടെക്സ്. ലാറ്ററൽ ഡോഴ്സലിൻ്റെ അഫറൻസ് ഫ്രം ദ സുപ്പീരിയർ കോൾക്കുലസ് ആൻഡ് ഡിഫറൻസ് ടു ദ സിംഗുലേറ്റ് ഗൈറസ് ആൻഡ് ഹിപ്പോക്യാമ്പസ്. അപ്പോൾ 3 നോക്കി ഇൻറ്റിഗ്രേറ്റീവ് ഫസ്റ്റ് കൺട്രോൾ ന്യൂക്ലിയസിലുള്ളത് പൾവിനർ, ലാറ്ററൽ പോസ്റ്റീരിയർ ആൻഡ് ലാറ്ററൽ ഡോഴ്സൽ. പൾവിനറിൻ്റെ അഫറൻസ് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ കോൾക്കുലസ്, ഡിഫറൻസ് ടു ദ ഓഡിറ്ററി ആൻഡ് വിഷ്വൽ അസോസിയേഷൻ ഏരിയ. ലാറ്ററൽ പോസ്റ്റീരിയറിൻ്റെ അഫറൻസ് ടു ദ സുപ്പീരിയർ കോൾക്കുലസ് ആൻഡ് ഡിഫറൻസ് ടു ദ സെറിബ്രൽ കോർട്ടെക്സ്. ആൻഡ് ലാറ്ററൽ ഡോഴ്സലിൻ്റെ അഫറൻസ് ടു ദ സുപ്പീരിയർ കോൾക്കുലസ്, ഡിഫറൻസ് ടു ദ സിംഗുലേറ്റ് ഗൈറസ് ആൻഡ് ഹിപ്പോക്യാമ്പസ്. ഇത്രയും നേരം നമ്മൾ എന്താ പഠിച്ചത്? തലാമസിലെ ഫസ്റ്റ് ഒരു അനാറ്റമിക്കൽ ഡിവിഷൻ, ന്യൂക്ലിയസുകളുടെ ഒരു അനാറ്റമിക്കൽ ഡിവിഷൻ നോക്കി, പിന്നെ ഫങ്ഷണൽ ഡിവിഷനും നോക്കി, ക്ലാസിഫിക്കേഷനും നോക്കി. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനിൽ നോൺ സ്പെസിഫിക് ആൻഡ് സ്പെസിഫിക് പ്രൊജക്ഷൻ ന്യൂക്ലിയർ ഉണ്ട്. നോൺ സ്പെസിഫിക്കിൽ 3 വിറ്റ്ലൈൻ ന്യൂക്ലിയസ്, സെൻട്രോമീഡിയൽ ആൻഡ് ഇൻട്രോലാമിനർ. സ്പെസിഫിക് പ്രൊജക്ഷൻ ന്യൂക്ലിയറിൽ 4 ഡിവിഷൻ ഉണ്ട്. സ്പെസിഫിക് സെൻസറി റിലേ ന്യൂക്ലിയസ്, മോട്ടോർ കൺട്രോൾ ന്യൂക്ലിയസ്, വിസറൽ എഫറൻ ന്യൂക്ലിയസ് ആൻഡ് ഇൻറ്റിഗ്രേറ്റീവ് ആൻഡ് പെർസെപ്ഷൻ കൺട്രോൾ ന്യൂക്ലിയസ്. ഈ 4 എണ്ണത്തിലും വരുന്ന ഓരോ ന്യൂക്ലിയസ് അവരുടെ എഫറൻറ്റ് എന്നാണ് നമ്മൾ നോക്കി. ഇനി നമുക്ക് പറയാനുള്ളത് ഫങ്ഷൻസ് ഓഫ് തലാമസ് ആണ്. അതായത് ഈ പറഞ്ഞ ന്യൂക്ലിയസിൻ്റെ ഒക്കെ ഫങ്ഷൻ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫങ്ഷൻസ് ഓഫ് തലാമസ് പറയാൻ പറ്റും. ഫങ്ഷൻസ് ഓഫ് തലാമസ്. ഫസ്റ്റ് വൺ റിലേ ഓഫ്
സെൻസറി റിലേ സെൻ്ററാണ്. സെൻസറി റിലേ സെൻ്റർ നമ്മുടെ എന്താണ് ക്ലാസിഫിക്കേഷനിൽ തന്നെ ഫസ്റ്റ് വൺ സ്പെസിഫിക് സെൻസറി റിലേ ന്യൂക്ലിയസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ സെൻസറി റിലേ സെൻ്ററാണ്. സെൻസറി റിലേ സെൻ്ററാണ് നമ്മുടെ തലാമസ്. അതിൽ എക്സാമ്പിൾ ആരൊക്കെ വരാം? നമ്മുടെ മീഡിയം ജെനിക്കുലിക് ബോഡി, ലാറ്ററൽ ജെനിക്കുലിക് ബോഡി, അതൊക്കെ എക്സാമ്പിളായിട്ട് വരാം. ഇനി സെക്കൻഡ് വൺ റിലേ ഓഫ് സ്പെഷ്യൽ സെൻസേഷൻ. സ്പെഷ്യൽ സെൻസേഷൻ്റെ റിലേ പറയുമ്പോൾ സ്പെഷ്യൽ സെൻസേഷൻ എന്താണ്? വിഷൻ, ഓഡിഷൻ, ടേസ്റ്റ് എക്സെട്ര ആണല്ലോ. അപ്പോൾ അതിൽ വിഷൻ നമ്മൾ പഠിച്ച ആർക്കാണ്? ലാറ്ററൽ ജെനിക്കുലിക് ബോഡി വിഷനോട് കൺസിഡർ ചെയ്തിട്ടുള്ള ആളാണ്. മീഡിയം ജെനിക്കുലിക് ബോഡി ഓഡിഷനോട് കൺസിഡർ ചെയ്തിരിക്കുന്ന ആളാണ്. ആൻഡ് വെൻട്രോ പോസ്റ്റോ മീഡിയം ന്യൂക്ലിയസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടേസ്റ്റ് സെൻസേഷൻ അതാണ് റിസീവ് ചെയ്യുന്നത്. അപ്പം സ്പെഷ്യൽ സെൻസേഷൻ ഇതിൻ്റെ ഒരു ഫങ്ഷനാണ് ആരുടെ? തലാമസിൻ്റെ. ഈ തേർഡ് വൺ അറൗസൽ മെക്കാനിസം. അറൗസൽ മെക്കാനിസത്തിൽ നമ്മുടെ നോൺ സ്പെസിഫിക് പ്രൊജക്ഷൻ ന്യൂക്ലിയാണ് മെയിൻലി റോളുള്ള ആൾ. നാലാമത്തെ സബ് കോർട്ടിക്കൽ പെർസെപ്ഷൻ ഓഫ് സെൻസേഷൻ. സബ് കോർട്ടിക്കൽ പെർസെപ്ഷൻ അതായത് നമ്മുടെ ചില സെൻസേഷൻസ് ലൈക്ക് ടെമ്പറേച്ചർ, പെയിൻ ആൻഡ് പ്രഷർ, അത് നമ്മുടെ തലാമസിൽ തന്നെയാണ് അതിൻ്റെ സെൻസേഷൻ വരിക. അതായത് അത് കോർട്ടെക്സിലേക്ക് അതിൻ്റെ കോർട്ടെക്സിൽ ഒരു ലീഷൻ വന്നാൽ പോലും ഈ സെൻസേഷൻസ് ഇൻടാക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഏത് സെൻസേഷൻസ് ആണ്? പെയിൻ, ടെമ്പറേച്ചർ, പ്രഷർ. പക്ഷെ അങ്ങനെ അല്ലാതെ കോർട്ടിക്കൽ സെൻസേഷൻസ് വേറെ ഉണ്ട്. അവർക്ക് കോർട്ടിക്കൽ ലീഷൻ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഇൻടാക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചില സെൻസേഷൻസ് ജസ്റ്റ് ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് പെയിൻ അവർ തലാമിക് ലീഷൻസിൽ പോലും നമുക്ക് ഇൻടാക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റും. കാരണം അവർ സബ് കോർട്ടിക്കലായിട്ടാണ് അവർ റിലേ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഫംഗ്ഷനാണ് മോട്ടോർ ഫംഗ്ഷൻ. നമുക്കറിയാം ഒരു ക്ലാസിഫിക്കേഷൻ തന്നെ മോട്ടോർ ഫംഗ്ഷനുള്ള മോട്ടോർ കൺട്രോൾ ന്യൂക്ലിയസ് ഉള്ളതായിരുന്നു. വെൻട്രൽ, ആൻറ്റീരിയർ, വെൻട്രൽ ആയിട്ട്. അതുകൊണ്ട് തന്നെ മോട്ടോർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ഈ സിക്സ്ത് വണ്ണാണ് മെമ്മറി ആൻഡ് ഇമോഷൻ. നമ്മുടെ ആൻറ്റീരിയർ ന്യൂക്ലിയസ് ഉണ്ടായിരുന്നല്ലോ. ആൻറ്റീരിയർ ന്യൂക്ലിയസിന് നമ്മൾ അഫറൻസ് മാമിലറി ബോഡി ആൻഡ് എഫറൻസ് സിംഗുലേറ്റ് ഗൈറസ് എന്ന് വെച്ചായിരുന്നല്ലോ. അത് ഈ ആൻറ്റീരിയർ ന്യൂക്ലിയസ് പാപ്പസ് സർക്യൂട്ട് എന്ന് പറഞ്ഞൊരു സർക്യൂട്ടിൻ്റെ പാർട്ടാണ്. ഈ പാപ്പസ് സർക്യൂട്ട് മെമ്മറി, ഇമോഷൻ അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല, എന്നാലും മിസ് ക്ലാസ്സിൽ അങ്ങനെ ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞതുണ്ട്. ഈ നെക്സ്റ്റ് ഫംഗ്ഷൻ ഞാൻ മെയിൻ ഫംഗ്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. റോളിംഗ് സ്ലീപ്പ്. അടുത്ത ഫംഗ്ഷൻ റോളിംഗ് സ്ലീപ്പ്. അപ്പം അറൗസൽ മെക്കാനിസത്തിലും സ്ലീപ്പിലും ഒരുപോലെ ഫംഗ്ഷൻ ഉണ്ട് തലാമസിന്, അത് ഓർക്കുക. പിന്നെ ലാസ്റ്റ് ഫംഗ്ഷൻ ലാംഗ്വേജ് ആൻഡ് സ്പീച്ചിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു ഒരു ന്യൂക്ലിയസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിനൊരു പ്രോബ്ലം ഉണ്ടാകുകയാണെങ്കിൽ അഫേസിയ ഉണ്ടാകുന്നുള്ളത്. ഏതാണ്? ഡോർസോ മീഡിയൽ ന്യൂക്ലിയസിന്. അഫേസിയ എന്താണ്? ടോക്കിംഗ് പ്രോബ്ലം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്തെങ്കിലും ഒരു ഡിസോർഡർ ഇൻ സ്പീക്കിംഗ് ആണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ലാംഗ്വേജിനെ സ്പീച്ചിനെ നമ്മുടെ തലാമിക് ന്യൂക്ലിയസ് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഏത് ന്യൂക്ലിയസ് ആണ്? സ്പെസിഫിക്കലി ഡോർസോ മീഡിയൽ ന്യൂക്ലിയസ്. ഓക്കെ, ഇതാണ് ഫങ്ഷൻസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലീഷൻ ഓഫ് തലാമസ്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ലീഷൻ ഓഫ് തലാമസ്. എന്താണ് ലീഷൻ ഓഫ് തലാമസ്? സർട്ടൻ ഡിസീസസ് ഉണ്ട്. അവിടെ നമ്മുടെ തലാമസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്ന സർട്ടൻ ഡിസീസസ് ഉണ്ടാകും. അതായത് ബ്ലഡ് സപ്ലൈ ടു thalamus. Blood supply to thalamus can be decreased by certain diseases that can cause the degeneration of thalamus. എന്താണ് thalamic nuclei? Degeneration of thalamic nuclei. ഓക്കെ, ബ്ലഡ് സപ്ലൈ ടു തലാമസ് കുറഞ്ഞെങ്കിൽ തലാമിക് ന്യൂക്ലിയർ ഡീജനറേഷൻ സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ തലാമിക് ന്യൂക്ലിയർ പറയുമ്പോൾ ഏറ്റവും മെയിനായിട്ട് ഡീജനറേഷൻ സംഭവിക്കാൻ ചാൻസ് കൂടുതലുള്ള തലാമിക് ന്യൂക്ലിയർ വെൻട്രോ പോസ്റ്റീരിയർ ന്യൂക്ലിയറാണ്. വെൻട്രോ പോസ്റ്റീരിയർ ന്യൂക്ലിയർ നമ്മൾ ആരൊക്കെയാണ് പഠിച്ചത്? വെൻട്രോ പോസ്റ്റോ മീഡിയൽ ആൻഡ് വെൻട്രോ പോസ്റ്റോ ലാറ്ററൽ ന്യൂക്ലിയർ നമ്മൾ പഠിച്ചില്ലായിരുന്നു. വെൻട്രോ പോസ്റ്റോ ന്യൂക്ലിയർ ആകുമ്പോൾ വെൻട്രോ പോസ്റ്റോ മീഡിയൽ ന്യൂക്ലിയർ ആൻഡ് വെൻട്രോ പോസ്റ്റോ ലാറ്ററൽ ന്യൂക്ലിയർ ഇവരാണ് മെയിൻലി അഫക്റ്റഡ് ആവുക. ഇനി ബ്ലഡ് സപ്ലൈ കുറയുമെന്ന് പറഞ്ഞു. ബ്ലഡ് സപ്ലൈ കുറയുമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ആർട്ടറി അഫക്റ്റഡ് ആണല്ലോ. അപ്പോൾ മോസ്റ്റ് കോമൺലി അഫക്റ്റഡ് ആർട്ടറി ഏതാണ്? തലാമോ ജെനിക്കുലിക് ബ്രാഞ്ച്. തലാമോ ജെനിക്കുലിക് ബ്രാഞ്ച് ഓഫ് ഏതാണ്? നമ്മുടെ പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി. തലാമോ ജെനിക്കുലിക് ബ്രാഞ്ച് പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറിയാണ് മെയിൻലി അഫക്റ്റ്. മെയിൻലി എന്താണ്?
ഈ കണ്ടീഷനിൽ അഫക്റ്റഡ് ആവുക. അങ്ങനെയുള്ള ബ്ലഡ് സപ്ലൈ ടു തലാമസ് കുറഞ്ഞു. അപ്പോൾ ചില തലാമിക് ന്യൂക്ലിയർ ഡീജനറേഷൻ വരുന്നു. അതിൽ മെയിൻലി വെൻട്രോപോസ്റ്റൽ ന്യൂക്ലിയസിലാണ് ഡീജനറേഷൻ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഈ കണ്ടീഷനിൽ എല്ലാ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനെയും ഒരുമിച്ച് പറയുന്നതാണ് തലാമിക് സിൻഡ്രോം. തലാമിക് സിൻഡ്രോമിനുള്ള ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് കൂടെ നമ്മൾ നോക്കിയാൽ തലാമസിൻ്റെ ടോപ്പിക് കഴിഞ്ഞു. തലാമിക് സിൻഡ്രോമിനുള്ള ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. ഫസ്റ്റ് ഒന്നാണ് ഹെമി അനസ്തേഷ്യ പറയുമ്പോൾ ലോസ് ഓഫ് സെൻസേഷൻ ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ബോഡി. രണ്ടാമത്താണ് അസ്റ്റീരിയോഗ്നോസിസ്. നമുക്കറിയാം സ്റ്റീരിയോഗ്നോസിസ് എന്താണെന്ന്. നമ്മൾ ഒരു ഫെമിലിയർ ഒബ്ജക്റ്റിനെ നമ്മൾ കാണാതെ തന്നെ നമുക്ക് അതിന് നമ്മൾ പ്രഷർ കൊണ്ട് നമ്മൾ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് അതെന്താ സാധനം മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു കേപ്പബിലിറ്റി, അതാണ് സ്റ്റീരിയോഗ്നോസിസ്. സ്റ്റീരിയോഗ്നോസിസ് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് അത് നടക്കുന്നില്ല, ഇന്നെബിലിറ്റി. ആ സ്റ്റീരിയോഗ്നോസിസ് എന്നുള്ള പ്രോപ്പർട്ടി നമുക്ക് പറ്റുന്നില്ലാത്തൊരു കണ്ടീഷനാണ് സ്റ്റീരിയോഗ്നോസിസ്. അതാണ് ഇപ്പോൾ സെക്കൻഡ് ക്ലിനിക്കൽ ഫീച്ചർ. തേർഡ് ഫീച്ചറാണ് സെൻസറി അറ്റക്സിയ. അതായത് നമ്മുടെ ബോഡിയുടെ ബാലൻസ് നഷ്ടപ്പെടുന്ന പോലത്തെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് സെൻസറി അറ്റക്സിയ. ഫോർത്താണ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്. ഫിഫ്ത്ത് ഒന്നാണ് തലാമിക് ഹാൻഡ്. തലാമിക് ഹാൻഡ് എന്ന് പറയുമ്പോൾ അതൊരു സ്പെസിഫിക് പൊസിഷൻ ഓഫ് ഹാൻഡ് ആണ് ഇൻ വിച്ച് ദ ഹാൻഡ് ഇസ് ഫ്ലെക്സ്ഡ് അറ്റ് ദ റിസ്റ്റ് ആൻഡ് മെറ്റാകാർപ്പോഫലാൻജിയൽ ജോയിൻറ്റ്. ഫലാൻജിയൽ ജോയിൻറ്റിൽ ഫ്ലെക്ഷൻ, അതുപോലെ തന്നെ ഇൻ്റർഫലാൻജിയൽ ജോയിൻറ്റിൽ എക്സ്റ്റൻഷൻ. ഫ്ലെക്ഷൻ എത്ത് മെറ്റാകാർപ്പോഫലാൻജിയൽ ജോയിൻറ്റ് ആൻഡ് എക്സ്റ്റൻഷൻ എത്ത് ഇൻ്റർഫലാൻജിയൽ ജോയിൻറ്റ്. അതാണ് തലാമിക് ഹാൻഡ്. അടുത്തതാണ് പാരോക്സിസംസ് ഓഫ് സ്പോണ്ടേനിയസ് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ. ഇത് എവിടെയാണ് ഉണ്ടാവുക? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ബോഡി. ഈ കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് തലാമിക് ഓവർ റിയാക്ഷൻ ഓർ തലാമിക് പെയിൻ. അപ്പോൾ ഈ തലാമിക് സിൻഡ്രോമിൽ വരുന്ന ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസിൽ ഒരുപോലെ ലോസ് ഓഫ് സെൻസേഷൻ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ. അതായത് രണ്ട് ഓപ്പോസിറ്റ് സാധനങ്ങൾ. ഒരുപോലെ ലോസ് ഓഫ് പെയിനും ലോസ് ഓഫ് സെൻസേഷനും ഉണ്ടാകാം, അതുപോലെ തന്നെ എക്സ്ക്രൂഷിയേറ്റിംഗ് ബേണിംഗ് പെയിനും ഉണ്ടാകാൻ പറ്റും സിംറ്റമായിട്ട്. ഇനിയാണ് നമുക്കറിയാം നമ്മുടെ മീഡിയം ജെനിക്കുലേറ്റ് ബോഡി, ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിലൊക്കെ ഫങ്ഷൻ, ഓഡിഷൻ, വിഷൻ അങ്ങനെയുള്ള സ്പെഷ്യൽ സെൻസേഷൻസ് ആണല്ലോ. അപ്പോൾ അവർക്കൊരു ഒരു ഈ ബ്ലഡ് സപ്ലൈ കുറഞ്ഞ ഒരു ഡീജനറേഷൻ സംഭവിച്ചെങ്കിൽ ആ വിഷൻ അല്ലെങ്കിൽ ഓഡിഷൻ അതിൽ അഫക്റ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ടല്ലോ. അപ്പം വിഷൻ ഓർ ഓഡിഷൻ മേ ബി അഫക്റ്റഡ്. വിഷൻ ഓഡിഷൻ കൻ ഓൾസോ ബി അഫക്റ്റഡ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാവുന്നതാണ് തലാമിക് ഫാൻറ്റം ലിംബ് ഒരു മെയിൻ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ്. തലാമിക് ഫാൻറ്റം ലിംബ് എന്ന് പറഞ്ഞാൽ ഇന്നബിലിറ്റി ഓഫ് ദ ബോഡി ടു ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ലിംബ്. അപ്പോൾ മെയിൻലി ഇത്രയും ക്ലിനിക്കൽ ഫീച്ചേഴ്സാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മെയിൻലി തലാമസിലെ ന്യൂക്ലിയയുടെ അനാറ്റമിക്കൽ ഡിവിഷൻ പറഞ്ഞു, ഫങ്ഷണൽ ഡിവിഷൻ അത് 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഫങ്ഷണൽ ഡിവിഷൻ പറഞ്ഞു. അതിൽ ഓരോ ഡിവിഷനിലെയും ഫങ്ഷണൽ ഡിവിഷനിൽ 2 ഡിവൈഡ് ചെയ്തിരിക്കുന്ന നോൺ സ്പെസിഫിക് ആൻഡ് സ്പെസിഫിക്. അതിൽ സ്പെസിഫിക് പ്രൊജക്ഷൻ ന്യൂക്ലിയനെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 4 ഡിവൈഡ് ചെയ്തിരിക്കുന്നതിൽ ഓരോന്നിൻ്റെയും എഫറൻസ് പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെ ഫങ്ഷൻസ് നമ്മൾ ചെറുതായിട്ട് നോക്കിയായിരുന്നു. പിന്നെ കോമൺലി തലാമിക് ന്യൂക്ലിയയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കോമൺ ആയിട്ട് നോക്കി. അതുപോലെ തന്നെ ലീഷൻ ഓഫ് തലാമസിൻ്റെ കോസ് എന്താണ്? ബ്ലഡ് സപ്ലൈ ടു തലാമസ് കുറയുന്നു. ഇപ്പോൾ ഡീജനറേഷൻ ഓഫ് തലാമിക് ന്യൂക്ലിയസ്. അതിന് മെയിൻലി അഫക്റ്റ് ആവുന്ന ന്യൂക്ലിയസ് വെൻട്രോപോസ്റ്റൽ ന്യൂക്ലിയസ് ആണ്. മെയിൻലി അഫക്റ്റ് ആവുന്ന ആർട്ടറി അല്ലെങ്കിൽ ബ്ലഡ് വെസലാണ് നമ്മുടെ തലാമോജെനിക്കുലേറ്റ് ബ്രാഞ്ച് ഓഫ് പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി. പിന്നെ തലാമിക് സിൻഡ്രോമിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് നോക്കി. ഇത്രയാണ് തലാമസിനുള്ളത്. താങ്ക് യു.